ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് യുവയുടെ കൂടെയായിരുന്നു. അതിരപ്പള്ളിക്കായിരുന്നു നമ്മുടെ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഒരു 4:30-യോടെയാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പോയത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഒരു 7:00 ആയപ്പോഴാണ് അമ്പലത്തിലെത്തിയത്. തൊഴുത് നല്ലൊരു പാൽപ്പായസം വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പോയത് തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കിലേക്കാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നായും അറിയപ്പെടുന്നുണ്ട്. ഈ പാർക്ക് തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരാളവിടെ മലർന്നു കിടന്ന് നല്ല ഉറക്കമാണ് ഞങ്ങൾ നോക്കിയപ്പോൾ. മൃഗങ്ങളെക്കാളും കൂടുതൽ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് സേവ് ദ ഡേറ്റ് ആണെങ്കിലും അടിപൊളിയാണ്. നല്ല സീനറിയും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസിനൊരു കുറവില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് പൈസ മുതലാവും. ഇനി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങി വെച്ച് ബേജാറാവണ്ട. അതിൻ്റെ ഉള്ളിൽ കടകളും ഉണ്ട്. അവിടുന്ന് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ പീച്ചി ഡാമിലേക്കാണ്. അവിടെ ഡാമിൽ വെള്ളമില്ലെങ്കിലും ആംബിയൻസിന് കുറവൊന്നുമില്ല. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു 10 വയസ്സ് വീതം കുറഞ്ഞിരിക്കണ്. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് കുതിരാൻ ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അതിരപ്പള്ളി അല്ല അതിരപ്പള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എല്ലാവരും നല്ല റെസ്റ്റിലായിരുന്നു. കുറച്ച് നേരത്തേക്ക് ആരുടെ അനക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഡാൻസും പാട്ടും DJ ആയി. അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാവക്കാട് ബീച്ചായിരുന്നു. പക്ഷെ മഴ കാരണം നമ്മൾ അവിടെ പോയില്ല, നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ യുവനോട് ഒരുപാട് താങ്ക്സ്. അതേപോലെ തന്നെ ഷാഡോ ബസ്സിൻ്റെ ടീമിനും ഒരുപാട് താങ്ക് യു. ബൈ ഫ്രം ചെറുവായൂർ വ്ളോഗേഴ്സ്.